സ്കോക്ക് ധമാൽ ധമാൽ ഫോർ ജമാലോ. അപ്പോൾ ഈ ധമാൽ ഇതിൻ്റെ ഡയറക്ടർ അറിയാലോ, ഇന്ദ്രകുമാർ. അദ്ദേഹത്തിന് ഈ ധമാൽ സീരീസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളൊക്കെ കണ്ടുള്ളവർക്ക് അറിയാം. ഈസ് കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ കോമഡിയാണ്. അപ്പോൾ അഡ്വഞ്ചർ കോമഡി എന്ന സമയത്ത് അഡ്വഞ്ചറും വേണം, കോമഡിയും വേണം. അപ്പോൾ അതാണ് പരിപാടി. ഇതിൽ അജയ് ദേവ്ഗൻ, റിതീഷ് ദേശ്മുഖ് ഇവരൊക്കെയാണ്. പിന്നെ കുറച്ച് സ്ത്രീകൾ. ഒരു 3 ടീംസാണ്, 3 ഗ്രൂപ്പ്സാണ്. അവർ ടീമപ്പ് ചെയ്യാണ് ഫോർ വൺ പർട്ടിക്കുലർ കോസ്, ഒരു പർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ട്. ദാറ്റ്സ് ട്രഷർ നേടി പോകുന്നതാണ്. അപ്പോൾ ഈ സിനിമയിലെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുരാതന കോമഡിയാണ്. മെയിനായിട്ട് സ്ലാപ്പ് സ്റ്റിക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പ്രിയദർശൻ ഈ റീസെൻ്റ്ലി വരെ പയറ്റിയിട്ട് വിജയിച്ച സാധനമാണ് ഹിന്ദിയിൽ. അപ്പോൾ സ്ലാപ്പ് സ്റ്റിക്സ് കണ്ടിട്ട് ചിരിക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്, മേ ബി കുട്ടികൾ. അപ്പം ഞാനൊക്കെ പണ്ട് സ്ലാപ്പ് സ്റ്റിക്സ് കണ്ടിട്ട് തമ്പിട്ട് ചിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട സ്ലാപ്പ് സ്റ്റിക്സ് കണ്ട ചിരി വരാറില്ല. അപ്പോൾ ആ ഒരു ജനറേഷണൽ ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ കുട്ടികളൊക്കെ പോപ്കോൺ വാച്ച് ഇവരിങ്ങനെ വീക്കെൻഡിൽ എങ്ങനെ ഇരുന്ന് സ്ലാപ്പ് സ്റ്റിക്സ് കണ്ട് ചിരിക്കുക. പിന്നെ അവരുടെ ഫാമിലിയും. അപ്പം അല്ലാതെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്തുവാ ഇത്രയും നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് ഇപ്പോഴിത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ഒരു സിനിമ. പിന്നെ ലോജിക്കൊന്നും ഇതിൽ നോക്കാൻ പറ്റില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം ഇവരെന്താണ് കാണിക്കാൻ പോകണമെന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ സിറ്റുവേഷണൽ കോമഡി അല്ല, മറ്റേ അബദ്ധ കോമഡി എന്ന് പറയും ഞാൻ. അത് അബദ്ധങ്ങളിൽ നിന്നുണ്ടാവുന്ന കോമഡി. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്, ഒരു ട്രഷറുണ്ട്. ആ ട്രഷർ തേടി പോവുക. അജയ് ദേവാണ്, പിന്നെ 2 പിള്ളേർ ഒരു ഭാഗത്ത്, പിന്നെ മറ്റേ സ്ഥലത്ത് ഈ ദേശ്മുഖും പുള്ളിയുടെ വൈഫും പിന്നെ വേറെ ഒരു ടീമും. അപ്പം അങ്ങനെ ഇവർ 3 പേരും കൂടി ടീമപ്പ് ചെയ്തിട്ട് പിന്നെ ഒരുമിച്ച് പോകുന്നതോ. സ്റ്റാഫിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലാപ്പ് സ്റ്റിക്കിൻ്റെ പരിപാടി അറിയാലോ. ഇപ്പം ഇത്രയും കാലമായിട്ട് പിന്നെ ചാർലി ചാപ്ലിൻ മുതൽ ടോം ആൻഡ് ജെറി മുതൽ നമ്മൾ മലയാളത്തിലെ ദിലീപിൻ്റെ സിനിമകൾ മുതൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇപ്പം മിസ്റ്റർ ബീൻ്റെ കോമഡീസ്, അതുപോലെ കാർട്ടൂണിഷ് ആയിട്ടുള്ള അതേം പറഞ്ഞു ടോം ആൻഡ് ജെറി. അപ്പം അത് കണ്ട ആൾക്കാർ ഇങ്ങനെ ചിരിക്കാനുള്ള അത് ഒരു ടെംപ്ലേറ്റാണ്. ഇവർക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അതിൽ നമ്മൾ ചെന്ന് തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും, അത്രേ ഉള്ളൂ. നമുക്ക് വെറും വരാതായിരിക്കും. കാരണം അങ്ങനത്തെ പരിപാടി കാണിക്കുന്ന എത്രയോ കാലങ്ങളായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ അബദ്ധ കോമഡി എന്ന് പറയുകയാണെങ്കിൽ ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. മനോരമയുടെ റൂട്ട് മാപ്പല്ലേ, ഇതിലെ മറ്റേ ട്രഷർ കണ്ടെത്താനുള്ള ഒരു മാപ്പുണ്ട്. അപ്പോൾ ആ മാപ്പ് കൈ കിട്ടിയ സമയത്ത് അതിങ്ങനെ പിടിച്ചിട്ട് കിട്ടിയാൾ ആവേശഭരിതനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ അൽഫാം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചർക്കോളിൻ്റെ വന്ന് മറ്റേ തീൻ്റെ അകത്തേക്ക് ഇത് വിട്ടിട്ട് ഇത് കത്തിപ്പോവാം. ആണ് അബദ്ധ കോമഡി. ഒരാളെ കുത്തുന്നു കത്തിയെടുത്തിട്ട്, അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട് കുണ്ടിക്ക് കൊള്ളുന്നു കത്തി. അപ്പോൾ കുണ്ടിപ്പുറത്ത് കത്തി കയറുന്നു. നമ്മൾ ചിരിക്കണം, മനസ്സിലായില്ലേ? അപ്പം ഇതിന് മൊത്തം പരിപാടി. ഇതിൽ മറ്റേ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഉള്ള പോലെ ഒരു സെറ്റ് ഓഫ് വേറെ ഗ്രൂപ്പ് ഓഫ് ടീമുണ്ട്. കടലുണ്ട്, അതുപോലെ തന്നെ ഐലൻഡുണ്ട്. അപ്പോൾ ഈ ട്രഷർ ഹണ്ട്, പിന്നെ ഇതിൽ പല പരിപാടികളുണ്ട്. 200 കോടി കണ്ട് അവർ മുടക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CG ഒക്കെ കണക്ക് തന്നെയാണ്, ഈ എഫക്ട്സും പരിപാടിയൊക്കെ തന്നെ. പക്ഷെ എന്നിരുന്നാൽ കൂടെ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ലാലേട്ടൻ കുറേ വർഷം മുമ്പ് കാണിച്ച സാധനം എന്താണ്, 1998 എങ്ങാണ് തോന്നുന്നു. അതിന് മുമ്പേ കാണിച്ചിട്ടുണ്ട് പല സിനിമകളിലും. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നത്, എന്നിട്ട് എല്ലാവരുടെ ഈ ഷോക്ക് അടിച്ചിട്ട് ഈ വന്ന ആൾക്കാരുടെ ചെവിന്നും മൂക്കുന്നൊക്കെ മറ്റേ കറുത്ത പുകവരെ ഒരു കരിഞ്ഞ് പോവുക. ഇങ്ങനത്തെ പരിപാടികളാണ്. ഞാൻ പറഞ്ഞില്ലേ, കുന്തം മാറിയിട്ട് കാലിന് കൊള്ളുക, ഇങ്ങനെ. പിന്നെ ഇത് ലോട്ട്സ് ഓഫ് ബോഡി ഷെയ്മിങ്. ഇതിൽ മറ്റേ അഞ്ജലി എന്ന് പറയുന്ന നടി, അവർ ചെയ്ത ഷീസ് എ ചബ്ബി ഹെവി വെയ്റ്റ് ഗേൾ. അപ്പോൾ അവരെ അങ്ങനെ കാസ്റ്റ് ചെയ്ത് തന്നെ എന്തിനാണ്? അവരെ കാസ്റ്റ് ചെയ്ത് തന്നെ അങ്ങനെ ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കോൺട്രാസ്റ്റ്. ഈ ദേശ്മുഖിൻ്റെ ക്യാരക്ടർ ഭയങ്കര സ്ലിം ആൻഡ്
ലോ വെയിറ്റ്. അപ്പോൾ പുള്ളി അല്ല അങ്ങനെ നോർമൽ വെയിലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭയങ്കര വെയിറ്റുള്ള ഒരു ഭാര്യ ഭാര്യ എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വീഴുമോ. അപ്പോൾ ഇദ്ദേഹത്തിന് ശ്വാസം മുട്ടി ചാവാൻ പോവുക. ഓ ഹോ 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 ഹോ. അപ്പോൾ നമ്മൾ ആ ഒരു 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 ചബ്ബിയുള്ള വെയിറ്റുള്ള ഒരു സ്ത്രീൻ്റെ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ ചിരിക്കണം. ആൾക്കാർ ചിരിക്കുന്നുണ്ട്. ഇത് നോർത്തിലൊക്കെ ഓടിക്കോളും. പ്രിയദർശൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ ഇതൊക്കെ തന്നെ. അപ്പം അങ്ങനെ സെറ്റ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് തേങ്ങയാണ് ഇവർ കാണിക്കുന്നത് തോന്നുന്നത്. അവരാതം തന്നെ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവർ അമ്പലത്തിൽ വന്നിട്ട് ഒരു മണി അടിക്കുമ്പോൾ ഇവരെ ശക്തി കൊണ്ട്, കാരണം ഇവർ ഭയങ്കര തടിയുള്ള സ്ത്രീ എന്ന് ഇവർ പറഞ്ഞു വെക്കുന്ന ഈ സോക്കോൾ സ്ത്രീ ആയതുകൊണ്ട് ഇവർ മണി അടിക്കുമ്പോൾ ഓവർ ശക്തി കൊണ്ട് മണി അങ്ങ് പറന്നിട്ട് ഇവൻ്റെ തലയ്ക്ക് കൊള്ളുക. അങ്ങനത്തെ കോമഡികൾ മനസ്സിലായോ? അത് പിന്നെ മാറി അടിക്കുള്ളൂ. ഇപ്പോൾ പഞ്ചാബി ഹൗസിൽ മൊന്ത എറിഞ്ഞിട്ട് മൊന്ത പിന്നെ തിരിച്ച് മറ്റേ തന്നെ കൊള്ളുന്നില്ലേ, അങ്ങനെ ജനാർദ്ദന് അങ്ങനത്തെ. ഇപ്പം ഫ്രണ്ട്സ്, പഞ്ചാബി ഹൗസ്, പറക്കും തളിക, ഇപ്പം ഇങ്ങനത്തെ ദിലീപ് റെഫറൻസ് പറയാൻ കാരണം നമ്മുടെ സിനിമയെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം അതൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ അത് ചിലപ്പോൾ കുട്ടികൾക്ക് പറ്റുമായിരിക്കും. ഇതൊരു ട്രഷർ ഹണ്ട് സിനിമയല്ലേ. ഇതിൽ വേറൊരു ഇൻ്റർവെൽ മുമ്പുള്ള ഒരു സീക്വൻസ്, ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ഒരു പാറയുടെ അറ്റത്ത് ഇങ്ങനെ കുടുങ്ങി കിടന്നിട്ട് കുറേ സമയം. എനിക്ക് ആക്രോഫോബിയ ഉണ്ട്, ഹാവ് ഫിയർ ഓഫ് ഹൈറ്റ്സ്. അപ്പോൾ ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വിറയ്ക്കും. അപ്പം അതുകൊണ്ട് തന്നെ. പക്ഷേ ഇത് അറിയാം നമുക്ക് സിനിമയാണെന്നൊക്കെ അറിയാം. എന്നാൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈറ്റ്സ് കാണും. ഇത് അഡ്വഞ്ചർ കോമഡിയാണ്. ഇത് അഡ്വഞ്ചർ ആക്ഷൻ ആണെങ്കിൽ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമുക്കറിയാലോ, അഡ്വഞ്ചർ ആക്ഷനിൽ ഇങ്ങനെ സ്ഥിരം കാണിക്കുന്ന സാധനം തന്നെയാണ്. ഒരാളെ കൈവിടുന്നു, പെട്ടെന്ന് കൈ പിടിക്കുന്നു, വേരിൽ പിടിക്കുന്നു, മരത്തിൽ പിടിക്കുന്നു, അങ്ങനെ. അപ്പം അങ്ങനെ മൊത്തം പിന്നെ ഇതിൽ പലതരം കോമഡികളാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, കുണ്ടിക്ക് കുത്തുകൊള്ളുന്ന സാധനം പോലെ. അതുപോലെ കാലുകൾക്കിടയിൽ കല്ല് കുടുങ്ങുക, കാലുകൾക്കിടയിൽ കൊടിമരം കുടുങ്ങുക. പിന്നെ ഇതിൽ വേറെ കുറേ സീൻസ് ഉണ്ട്, പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയേണ്ടി വരും. നീരാളി വന്നിട്ട് പിടിക്കുന്ന സമയത്ത് നീരാളിക്ക് കഷണ്ടി എന്ന് പറയാം. അതൊക്കെ നമ്മളോട് സമ്മതിക്കുമോ? കഷണ്ടീനൊക്കെ ടോളിക്കഴിഞ്ഞാൽ മമ്മൂക്ക പണ്ട് ജൂഡാനാണെങ്കിൽ കഷണ്ടി എന്ന് പറഞ്ഞതിന് വൻ പ്രശ്നം ഉണ്ടായത് അവിടെ. അപ്പോൾ അതാണ് നീരാളിക്ക് കഷണ്ടി എന്ന് പറയുക. നീരാളിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുക. അപ്പോഴൊക്കെ നമ്മൾ ചിരിക്കണം. നീരാളിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുക. പിന്നെ അവസാനമൊക്കെ പോയി ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് കാർട്ടൂണിസ് സാധനമാണ്. അതായത് CG എന്നൊന്നും മൊത്തം ഒരു മല മൊത്തം ഇടിഞ്ഞ് വീഴുക, നിരന്തരം വീഴുക, ഇങ്ങനെ മൊത്തമുള്ള പരിപാടികളാണ്. പിന്നെ അവസാനം പരിവാർ ഫാമിലിയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞൊരു നന്മ വരുത്തി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെയൊക്കെ ഉണ്ട്. കടുവ വരുന്നു, അതുപോലെ തന്നെ മുതല വരുന്നു, പാമ്പ് വരുന്നു, ഇങ്ങനെ. അതായത് അങ്ങനത്തെ ഒരു കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഒരു അഡ്വഞ്ചറിനകത്ത് കോമഡി കാറ്റിട്ട് പിന്നെ അവസാനം പിന്നെ കുറച്ച് സെൻറ്റി, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ പരിവാർ ഫാമിലി ഇമോഷൻ അല്ലെങ്കിൽ കുടുംബമാണോ വലുത്, ഫാമിലി ഇസ് ദ ട്രഷർ, അല്ലാതെ മറ്റുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത്. പിന്നെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയില്ലേ, ഇപ്പം നോർത്തിലറിയാലോ, ജയ് ശ്രീറാം. ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുത്തിക്കാറ്റിയിട്ടില്ല ഇവർക്ക് സമാധാനം കിട്ടുകയില്ല. അത് കുത്തിക്കാറ്റി കഴിഞ്ഞാൽ രോമാഞ്ചം വരുന്ന ആൾക്കാർ ഉണ്ട് ഇഷ്ടം പോലെ അവിടെ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞേ, ഇത്രയും ഹെവി വെയിറ്റുള്ള ഭാര്യയോട് യാതൊരു താല്പര്യമില്ലാത്ത ഒരു ചങ്ങായി അവസാനം വെറുതെ അങ്ങ് പറയുമോ, എന്ത് ശ്രീരാമൻ, സീത, ഹനുമാൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഭാര്യനെ എടുത്തിട്ട് പറക്കൊക്കെ ചെയ്യാം. പിന്നെ ഇത് അഡ്വഞ്ചറസ് കോമഡി എന്നുള്ള ജോണറിൽ വന്നുകൊണ്ട് ഇങ്ങനെ എന്ത് അപരാധം കാണിക്കാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പറക്കുക ഭാര്യയൊക്കെ ഇട്ട്. അപ്പം ഭയങ്കര ഒരു ഹിന്ദുത്വ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജയ് ശ്രീറാം. അപ്പോൾ അത് വേണം. അത് നോർത്തിൽ അത് ഉണ്ടെങ്കിലും ആൾക്കാർക്കൊരു നമ്മൾ ഐസിങ് ഓൺ ദ കേക്കാണ്. ഇത്രയും നേരം കണ്ട് ഒരു ഫീല്. സിനിമയിൽ ഉടനീളം നസീറിൻ്റെ കാലത്ത്, നമ്മളെ പ്രേം നസീറിൻ്റെ കാലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നെങ്കിലും ഇതിൽ മറ്റേ നമ്മുടെ ഇറ്റാലിയൻ സോങ് ഉണ്ടല്ലോ, മണി ഈസ്റ്റിലൊക്കെ ഉണ്ടല്ലോ, വെള്ളച്ചിയോ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്.
കുറേ നേരം ഇത് തന്നെ. ഇവർക്ക് ഇതിന് എന്തൊക്കെ റൈറ്റ് എന്ന് എനിക്കറിയില്ല. എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇത് ഇനി അടുത്ത ജമാലോ 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 അപ്പോൾ ഇത് അടുത്ത ജമാലു 5 വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് നിർത്തണത്. അപ്പം ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, പക്ഷേ കുറേ പേരുടെ ചായ കോപ്പയാണെന്ന് എനിക്ക് തിയേറ്ററിനകത്തുള്ള ആംബിയൻസ് കണ്ടോ മനസ്സിലായി. കാരണം അവരിപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് ബോഡി ഷേമിങ് പ്രശ്നമില്ല, അവർക്ക് സ്ലാപ് സ്റ്റിക്ക് പ്രശ്നമില്ല, അവർക്ക് ഈ അബദ്ധ കോമഡി പ്രശ്നമില്ല, അവർക്ക് അപരാധം പ്രശ്നമില്ല. അവർക്കിങ്ങനെ വീക്കെൻഡിൽ ഇങ്ങനെ ഞം 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 കുറേ പോപ്കോൺ അടിച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റി. പിന്നെ നോർത്തിൽ അറിയാലോ